ഹരി ഓം. പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രാമായണ പാരായണം ആരംഭിക്കാൻ പോവുകയാണ്. എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന, അതായത് അന്നന്ന് വായിക്കുന്നത്, രാവിലെയും വൈകിട്ടുമായിട്ടാണ് ഞാൻ രാമായണം പാരായണം ചെയ്യുന്നത്. അത് അന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കഴിയുന്നത്ര അത് കാണാൻ ശ്രമിക്കണം. കാരണം എന്തെന്നാൽ, നമുക്ക് നമ്മുടെ പുരാണങ്ങളിൽ, മഹത് വചനങ്ങളിൽ, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് സ്തുതികൾ ഭഗവാനെക്കുറിച്ച്, ജഗദീശ്വരനെക്കുറിച്ചുള്ള സ്തുതികൾ ധാരാളമുണ്ട്. അത് കേൾക്കുന്നത് വഴി നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ, നമുക്ക് ഭാഗവതവും രാമായണവും ഒക്കെ വായിക്കാൻ ചില സമയങ്ങളുണ്ടെങ്കിൽ പോലും കേൾക്കുന്നതിന് അങ്ങനെ ഒരു പ്രത്യേക സമയമൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ശബരിയുടെ സ്തുതി ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നാരദര് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്തുതികൾ ഇനി അങ്ങോട്ട് വായിച്ചു വരുന്തോറും ധാരാളമുണ്ട്. എല്ലാവരും അത് കേൾക്കണം. സമയം പോലെ കേട്ടാൽ മതി. സമയം പോലെ കേൾക്കണം. മനസ്സിന് സന്തോഷവും സമാധാനവും, എല്ലാവർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കുകയാണ്. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോപസാനാം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധമുരുഷടാമണ്ഡലം രാമചന്ദ്രം. എങ്കിലോ രാജാ ദശരഥനേകദാ സങ്കിലിതാനന്ദമാറിലിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം താൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദമേതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പുത്രലീ പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചതിപ്പോഴെങ്ങനെയെങ്കിലും ഉൾപൂവിലോർത്ത് നിയോഗിക്കുകയും വേണം. ഈ പ്രജകൾക്കനുരാഗമെങ്കിലുണ്ട് എപ്പോഴും അതേറ്റമതോർത്ത് കണ്ടില്ലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യ നല്ല നക്ഷത്രമെന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനിയൊന്നുകൊണ്ടുമത് നിർണയാനസേ. എന്നലെ ഇതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്ന് തന്നെ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പന്തികളെല്ലാം ഉയർത്തുക. ചാരുപതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പുരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മാനവനായ ദശരഥനായ
വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളവായി നളീകനേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരു വന്ദേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തോന്നു വേണ്ടുന്നത് എന്തരുൾ ചെയ്താലും അന്തരമെന്നീ സംഭരിച്ചിടുവാൻ ചിതേ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർകാലേ ചമയിച്ചു ചിൽക്കണ്ണിമാരായ കന്യകമാരല്ല മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മദ്ദഗജങ്ങൾ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം 4 കൊമ്പന്മാരാൽ വരേണമലങ്കരിച്ചങ്കണേ ദിവനാനാധികൃതവാരി പൂർണ്ണങ്ങളായി ദിവ്യരക്തങ്ങളെ മൂഴ്ത്തി വിചിത്രമായി സ്വർണ്ണകലശ സഹസ്രം മലേജവർണ്ണങ്ങൾ കൊണ്ടുപോയി കെട്ടിവെച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മുന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികെ നർത്തകിമാരോട് വാരവധീജനം നർത്തക ഗായക വഴിയവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാംഗണേ നിന്നു മനോഹരം ഹസ്തരൂപത്തിരഥാതി മഹാബലം വസ്ത്രാദ്യാലങ്കാരത്തോട് വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം. മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി യുദ്ധം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറിയ ശിഷ്ടൻ ദാശരഥീ ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തിത്ത പത്നിയോടും അതിഭക്ത്യാ രഘുത്തമൻ പൊൽക്കലശിത നിർമ്മല വാരിണാതൃക്കാൽ കഴിവിച്ചു പാദാബ്ജതികൃതവും ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുൾ ചെയ്തു. പുണ്യവാനായേനടിയനദീവ കേളിന്നു പദോപാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നിത്രയും നിന്നോട് വാക്കുകളുണ്ടൊന്ന് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജാതുൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. തൊൽപാദധീർത്ത വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കു ഉപദേശാർത്ഥം അത്ഭുത വിക്രമാ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മീ ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യാർത്ഥം കരുണയാ രാവണനെ കൊന്നതാ പങ്കെടുപ്പാനും ഭക്തജനത്തിന് മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചീടിന ശ്രീപതേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വിളിച്ചെത്തിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ച് സാധിക്കമായ മനുഷ്യനായ ശ്രീനിധി ശിഷ്യനല്ലോ ഭവാനാചാര്യനീഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭു. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ
ഓർക്കിൽ വിതരണം പിതാമഹനും ഭവാൻ സർവഗോചരനായ അന്തര്യാമിയായി സർവജഗദ്ഗ്രന്ഥവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ജാതന്നാം എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ധാതാവുതാൻ അരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്യത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാനൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളോര് ചെയ്താൽ ഒടുക്കത്ത് നന്നായി വരികിലതു പിഴയല്ലോ. ഇന്ന് സഫലമായി വന്ന മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇനിയും. യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിക്കായികമാം ആചാര്യ നിഷ്കൃതികാമൻ ഭവാനെങ്കിൽ ആശയം മായ മോഹിപ്പിയായികമേ തുൽപ്രസംഗാൽ സർവമുക്തി മുക്തമിപ്പോൾ ഇതമപ്രവക്തവും മായാരമാകൃതപുത്രശ്രീ. രാജാ ദശരഥൻ ചൊന്നത് കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നത് കണ്ട് ചൊൽവാനായുടറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചാര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നീടുഷസിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്ക് അഭിഷേകമിളമായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്ത മാത്രം ഞാൻ അതിനൊരു കർത്താവ് നീ രാജ്യഭോക്താവും നീ എത്രേ വത്സമമത്വം ബഹി പ്രാണനാകയാൽ ഉത്സവത്തിന് കോപ്പിട്ടുകൊണ്ടാലും നീ മത്സവനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതിനി നമ്മോടാരും ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യാവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാൻ അറിയിച്ചു സമസ്തവും രാജീവ സംഭവ നന്ദനൻ തന്നോട് രാജാ ദശരഥനാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നത് കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു സമ്മോദം ഉൾക്കൊണ്ടത് കേട്ട നേരത്ത് നിർമ്മലമായൊരു മാല്യവും നൽകിയാൾ കൗസല്യം തനയാവിധയാർത്ഥമായി കൗതുകമോട് പൂജിച്ചിതു ലക്ഷ്മിയെ നാഥേ മഹാദേവിനിയെ തുണയെന്നു ചേതസീ ഭക്യ വണങ്ങി വാണിയിടിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹയേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിയിൽ സ്വഭാവ കരോമയത്തിൽ സകലം പരസ്മൈ നാരായണായേ സമർപ്പയാമി സർവം നാരായണായേ സമർപ്പയാമി.
പ്രിയരെ, ഞാൻ രാവിലെയും വൈകിട്ടും വായിക്കുന്നത് കൊണ്ടാണ് ഇത്ര കുറച്ച് വായിക്കുന്നത്. ഒരു ദിവസം വായിച്ച് തീരേണ്ട ഭാഗം പൂർണ്ണമായിട്ടും വായിക്കുന്നുണ്ട്. ദയവായി എല്ലാവരും കേൾക്കണം, കാണണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഹരി ഓം.